പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ലൈനിലായിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിനരാത്രികളിലെല്ലാം ദൈവത്തിന്റെ കരുതലും കൃപയും പരിപാലനവും എല്ലാം നമുക്ക് അനുഭവപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. പ്രാർത്ഥനാ വിഷയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം വടക്കേന്ത്യയെ സംബന്ധിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് വടക്കേന്ത്യയിലുള്ളവരെല്ലാം വളരെ ഭയത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. എങ്കിലും ദൈവം അവരെല്ലാം കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ അത്ഭുതത്തിൻ്റെ കരം കാണുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശത്രു എത്ര പ്രബലനായാലും കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്തോത്രം. പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ദൈവത്തിന്റെ ശക്തി. ആമേൻ. ഹല്ലേലൂയ. സഭകളിൽ ആമേൻ നമ്മുടെ ശരീരാത്മകളിൽ വ്യാപരിക്കുന്നത് ഓർത്തും ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥന മുറിക്കകത്ത് കയറി ആമേൻ. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, വേദനയോടെ സങ്കടത്തോടെ ഒക്കെ കരയുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ആമേൻ, പ്രാർത്ഥിക്കുന്ന ഹന്ന റൂമിനകത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോൾ കേൾക്കുന്നത് പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലാണ് ഹന്ന പ്രാർത്ഥിച്ചത്. പക്ഷെ പ്രാർത്ഥിച്ചും പുറത്തിറങ്ങി വരുമ്പോൾ പൂമാല ഇട്ടല്ല സ്വീകരിച്ചത്. ആമേൻ. കുറ്റം പറച്ചിലാണ് കേട്ടത്. അല്ലല്ലേ? ഒരു പ്രാർത്ഥനാകാരിയുടെ നേരെ വിരൽ ചൂണ്ടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അമ്മ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോഴും അല്ലേലിയ നീ വീഞ്ഞു കുടിച്ച് മത്തയായിരിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്ന, നിന്ദിക്കുന്ന ഒരു അനുഭവമാണ് കിട്ടിയത്. ആശ്വാസത്തിന് വേണ്ടിയാണ് മുറിക്കകത്ത് കയറി പ്രാർത്ഥിച്ചത്. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കേട്ട വാക്ക് പരിഹാസത്തിൻ്റെതാണെങ്കിലും ആമേൻ, അകത്തിരുന്ന് പ്രാർത്ഥിച്ച കന്നയ്ക്കറിയാം ഞാൻ ആരോടാണ് പ്രാർത്ഥിച്ചത്, എന്താണ് പ്രാർത്ഥിച്ചത്. മറുപടി ലഭിച്ച കന്നയ്ക്ക് പരിഹാസ വാക്കുകളുടെ മുമ്പിൽ നിലനിൽക്കുവാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ, നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ ആരൊക്കെ വിരൽ ചൂണ്ടിയാലും, പ്രാർത്ഥനക്കാരി എന്നോ പ്രാർത്ഥന ഉപവാസക്കാരി എന്നൊക്കെ മുദ്ര കുത്തിയാലും ആമേൻ ഹല്ലേലൂയ, മുദ്ര കെട്ടപ്പെടുത്തവരുടെ മുമ്പിൽ മാനിച്ചു നിർത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പ്രാർത്ഥനക്കാരന്റെ വില ആമേൻ പുറത്തു നിൽക്കുന്നവൻ അറിയത്തില്ല. ഹല്ലേലൂയ. ആർക്കും അറിയാത്ത ഒരു വലിയ ശക്തി ദൈവത്തിന്റെ പൈതലിന്റെ മേൽ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് എനിക്ക് തന്നിരിക്കുന്ന സമയത്തിൽ ഞാൻ ഇരുന്നു കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം ആമേൻ അതിന്റെ 1-ാം അധ്യായം 37-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായി ഒന്ന് വായിക്കാം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമാണ്, ദൈവം അത്ഭുതം ചെയ്യുമോ? ദൈവത്തിന് ഒരു കാര്യം എന്തല്ല അസാധ്യമാണ്. അപ്പൊ പിന്നെ ദൈവം അത്ഭുതം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്കത് അത്ഭുതമായിട്ട് തോന്നുന്നതേ ഉള്ളൂ, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. ദൈവം അത്ഭുതം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ദൈവത്തിന് എല്ലാ കാര്യവും സാധ്യമാണ്. ഏത് കാര്യവും ദൈവത്തിന് സാധ്യമാണ്. പക്ഷെ മനുഷ്യനെന്ന നിലയിൽ നമുക്കത് അത്ഭുതമായിട്ട് മാറുന്നു. കാരണം നമുക്ക് അസാധ്യമാണതല്ല. നമുക്ക് അസാധ്യമായതുകൊണ്ട് ദൈവം ചെയ്ത കാര്യങ്ങൾ നമുക്കാണ് അത്ഭുതമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവനെ അത്ഭുതത്തിന്റെ മന്ത്രി, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് അവന്റെ പേര് വിളിക്കപ്പെടുമെന്ന് പറയുന്നത്. ആമേൻ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇന്ന് പകൽക്കാലം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, അല്ലെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കിയ ദൈവത്തിന്റെ ചില പ്രവർത്തികളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, അവിടെ എഴുതിയിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള കാര്യമാണ്. ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയയോട് പറയുകയാണ്, ഹല്ലേലൂയ, അത്യുന്നതന്റെ ശക്തി. ആ വാക്യം ഒന്ന് വായിക്കാം. അത്യുന്നതന്റെ ശക്തി അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മതി. കർത്താവിന്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരിക്കലും ലോകത്ത് അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ നടക്കാത്ത ഒരു കാര്യമാണ് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞിരിക്കുന്നത്.
ആമേൻ. ദൂതുവാകിയായി കടന്നു വന്ന ഹെബ്രിയൽ ദൂതൻ പറയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. അപ്പൊ ദൈവത്തിന്റെ ശക്തി വന്നുമ്പോൾ ആമേൻ ഉത്ഭവിക്കുന്ന പ്രജ അത് വിശുദ്ധ പ്രജയായിരിക്കും. ആ വാക്ക് അങ്ങനെ തന്നെ മറിയ വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പോ അത്ഭുതം നടക്കുവാനുള്ള ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ദൈവിക വിശ്വാസമാണ്. ദൈവം പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. എന്നാൽ അതേ അധ്യായത്തിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ വായിച്ചാൽ ആമേൻ പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന യോഹന്നാനോട് സക്കരിയാവിനോട് ദൈവം പറയുന്നുണ്ട്, നിനക്കും ഒരു മകനെ ലഭിക്കും, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആമേൻ. അവ ദമ്പതികളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ആമേൻ. ദൈവം ഉത്തരവുമായി കടന്നു വന്ന ഗബ്രിയേൽ ദൂതനോട് ദൂതൻ പറയുന്നുണ്ട്, ആമേൻ, മച്ചിയായ എലിസബത്തിനോട്, ആമേൻ, ആ സക്കരിയ പുരോഹിതനോട് പറയുന്നു, നിങ്ങൾക്ക് ഒരു മകനെ ലഭിക്കും. പക്ഷേ പുരോഹിതനായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആ ദൈവദാസൻ അത് വിശ്വസിച്ചില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാനിത് എന്തൊന്നിനാൽ അറിയും. ദൈവത്തിന് സ്തോത്രം. അവൻ സംശയിച്ചു, അല്ലെ? അവൻ സംശയിച്ചു. അവൻ ഒരേ അധ്യായത്തിൽ തന്നെ നോക്കിയേ, ഒരു കൂട്ടര് സംശയിച്ചു, മറ്റൊരു കൂട്ടർ വിശ്വസിച്ചു. വിശ്വസിച്ചവന്റെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് പകൽകാലം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഉടവനകടകരക ശംദൽഖമന വൈഡാരാജ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, അത് നിന്റെ കഴിവ് കൊണ്ടല്ല, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ഹല്ലേലൂയ, അത് അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ആമേൻ. എവിടെയെല്ലാം ഈ ശക്തി വ്യാപരിക്കുമോ, എവിടെയെല്ലാം ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമോ, അത് ജയിലറയിൽ വ്യാപരിച്ചാൽ ആമേൻ ജയിലിൽ നിന്ന് അത് പുറത്തു വരുവാൻ ഇടയായിത്തീരും. അസ്ഥിമഞ്ച മാംസപേശികൾ ശക്തി വ്യാപരിച്ചാൽ അത്ഭുതത്തിന്റെ ശക്തി, ആമേൻ, ദൈവത്തിന്റെ സ്തോത്രം, ആമേൻ, നിർജീവമായ അനുഭവങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ അത് ജീവൻ വെക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നിന്റെ വിഷയം അസാധ്യമാണെന്ന് ലോകം പറഞ്ഞാലും, ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞാലും, ദൈവത്തിന്റെ വചനം പറയുന്നു അത് നടക്കാൻ പോകുക. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അല്ലെങ്കിൽ നമുക്ക് ആമേൻ വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് റോമാലേഖനം 4:19. ആമേൻ. നമ്മൾ ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ വളരെ ബലപ്പെടാൻ പറ്റുന്ന ഒരു തിരുവചനമാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം ഒന്ന് വായിക്കാമോ ദൈവമക്കളെ? റോമർ 4:19 വളരെ കാണാതെ എല്ലാവർക്കും അറിയാവുന്ന. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. മതി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം നമ്മൾ കാണുന്നുണ്ട്. 75 വയസ്സുള്ളപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ദൂതാണ്, ആമേൻ, ഞാൻ നിനക്കൊരു മകനെ തരും. ഈ ഇസ്മായേലല്ല, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽ പോലെ ഞാൻ നിനക്ക് ആമേൻ മക്കളെ തരുമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം 75-ാമത്തെ വയസ്സിൽ പറഞ്ഞ വാഗ്ദത്തം 100 വയസ്സായിട്ടും ആ വാഗ്ദത്തം ഹല്ലേലൂയ നിറവേറാതെ 99 വയസ്സായിട്ടും വാഗ്ദത്തം നിറവേറാതെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളോടൊരു ദൂത് പറഞ്ഞ് 25 വർഷം പോയിട്ട് 25 മിനിറ്റ് കഴിയുമ്പോഴേക്കും മറന്നു പോകുന്നവരാണ് നമ്മൾ. അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോഴേക്കും ദൂത് നടക്കാതെ വന്നാൽ ഒരു അവിശ്വാസം നമ്മിൽ വ്യാപരിപ്പാൻ സാധ്യതയുണ്ട്. എന്നാൽ 75-ാമത്തെ വയസ്സിൽ ദൂത് കേട്ട മനുഷ്യൻ ആ ദൂതിനെ മുറുകെ പിടിക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനത്തിന് മുമ്പിലായിരിക്കും ദൈവം ഇതിലെ കഴിഞ്ഞ നാളുകളിൽ നിന്നോട് വ്യക്തിപരമായി ദൈവം സംസാരിച്ച ചില വാഗ്ദത്തങ്ങൾ ഉണ്ടാകാം. പ്രവചന ശബ്ദമായി നീ കേട്ടിട്ടുള്ളത്, ദർശനമായി കണ്ടിട്ടുള്ളത്, പ്രവാചകന്മാരിലൂടെ കേട്ടിട്ടുള്ളത്, ആമേൻ, ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ നിന്നോട് ഇടപെട്ട ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മരിക്കത്തില്ല. വിശ്വാസമുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന്റെ ശക്തി അതിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും. ദർശനം ഒരു അവധിക്ക് വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും, വരാതിരിക്കില്ല, നിശ്ചയം. അതിനായി തന്നെ നീ കാത്തിരിക്കുക. ഇന്ന് പകൽകാലം ദൈവത്തിന്റെ പൈതലേ, ഉടവനകടകറിക ശംദൽ കമന ഹത്തുര റഗൽ കമന വാഗ്ദത്തം കേട്ട ദൈവത്തിന്റെ പൈതലേ, ആമേൻ, കഴിഞ്ഞ നാളുകളിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നപ്പോൾ തളരാതെ നിൽക്കുവാൻ നീ ഇടയായത്, അല്ലെങ്കിൽ വീണു പോകുവാതിരിപ്പാൻ ഇടയായത് ഈ വാഗ്ദത്തത്തിന്റെ ബലമാണ്. ഈ വാഗ്ദത്തം നിന്നിൽ ഉള്ളത് കൊണ്ടാണ്. വാഗ്ദത്തം തന്നവൻ വിശ്വസ്തനെന്ന് നീ എണ്ണിയത് കൊണ്ടാണ് ആമേൻ തകർന്നു പോകാതെ, തളർന്നു പോകാതെ ഇത്രത്തോളം നിൽക്കുവാൻ ദൈവം കൃപ നൽകിയത്. സ്തോത്രം.
കാരണം എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ശിമിയോനോട് വാക്തത്വം പറഞ്ഞിരുന്നു, നീ കർത്താവായ യേശുവിനെ കാണാതെ മരിക്കത്തില്ല. ആമേൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആലയത്തിൽ ഹല്ലേലൂയ പ്രവചന ശബ്ദം കേട്ട ശിമിയോൻ കാത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ധാരാളം പൈതങ്ങളുമായി ധാരാളം മാതാപിതാക്കൾ ആലയത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. അപ്പോഴൊന്നും തന്റെ വാക്തത്വം കണ്ടില്ല. എന്നാൽ ഒരു ദിവസം ഹല്ലേലൂയ തന്നോട് പറഞ്ഞ വാക്തത്വത്തെ ആമേൻ കരങ്ങളിൽ ഏന്തിക്കൊണ്ട് ആമേൻ മാതാപിതാക്കൾ വരുന്നത് കണ്ടപ്പോൾ ഹല്ലേലൂയ വാക്തത്വം കേട്ടവന് മനസ്സിലായി, ഇത് തന്നെയാണ് എന്റെ വാക്തത്വം. ദൈവത്തിന് സ്തോത്രം. വാക്തത്വം കേൾക്കുക മാത്രമല്ല, അത് കരങ്ങളിലേന്തി ദൈവത്തെ സ്തുതിക്കത്തക്ക നിലയില് ദൈവത്തിന്റെ പ്രവൃത്തി ശിമിയോന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ ഹല്ലേലൂയ, ആ വാക്തത്വം നീ കേൾക്കുക മാത്രമല്ല, അത് നിന്റെ കരങ്ങൾ കൊണ്ടെടുത്ത് സ്തോത്രം പറയത്തക്ക നിലയില് ദൈവത്തിന്റെ കരം വെളിപ്പെടുമെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക. അതിനു മുമ്പിൽ ഏതെല്ലാം പ്രതികൂലം വന്നാലും ഏതെല്ലാം പ്രതിസന്ധി വന്നാലും അതിനെയെല്ലാം തട്ടുറച്ചുകൊണ്ട് ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ആമേൻ. ഒരുപക്ഷെ നീ ഭാരത്തോടെ ആയിരിക്കാം ഇരിക്കുന്നത്. ഒരുപക്ഷെ വേദനയോടെ ആയിരിക്കും ഇന്ന് പകൽക്കാലം പ്രയർ ലൈനിലായിരിക്കുന്നത്. കർത്താവേ, എത്ര നാൾ ഞാൻ ഇങ്ങനെ വേദന അനുഭവിക്കണം? പ്രാർത്ഥിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടാതെ വണ്ണം, ആമേൻ, ഒരു കാലില് ഒന്നും കാണാതെ വണ്ണം ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിലും കാർമേഘത്തിനുള്ളിലും മിന്നും സൂര്യശോഭ കാണുന്നവൻ, വാക്തത്വമുള്ള ദൈവത്തിന്റെ പൈതല്, കാർമേഘത്തിന്റെ ഉള്ളിലും കാണുന്നത് മഴയല്ല, ആമേൻ, മിന്നും സൂര്യശോഭ കാണുന്നവനാണ് വിശ്വാസി. ആമേൻ. ജീവിതം മുഴുവനും അന്ധകാരം കൊണ്ട് നിറയുമ്പോഴും അന്ധകാരത്തിനകത്തും വെളിച്ചം കാണുന്നവനാണ് ദൈവത്തിന്റെ പൈതല്. ഹല്ലേലൂയ. ചുറ്റും പ്രതികൂലം നിൽക്കുമ്പോഴും അതിനകത്തും രക്ഷയുടെ വാതിൽ കാണുന്നവനാണ് ദൈവത്തിന്റെ പൈതല്. വിശ്വാസിയുടെ കണ്ണ്, അവന്റെ കണ്ണ് തുറക്കുമ്പോൾ ഹല്ലേലൂയ, എലിയ പ്രവാചകന്റെ ചുറ്റും അരാം സൈന്യം നിൽക്കുമ്പോൾ അതിന് ചുറ്റും ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതന്മാർ കാവലിറങ്ങുന്നത് കാണുന്നതാണ്. ആമേൻ. യഥാർത്ഥത്തിൽ ദൈവിക കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വാക്തത്വം കേട്ട ദൈവത്തിന്റെ പൈതലേ, നീ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. വാക്തത്വം കേട്ട ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നിനക്ക് പൊട്ടക്കുഴി വന്നേക്കാം, പൊട്ടക്കിണറായിരിക്കാം നിനക്ക് ഇപ്പോൾ ഉള്ളത്. ആമേൻ. പൊത്തീപരണ ഭവനത്തിന്റെ അനുഭവമായിരിക്കാം, ജയിലറി ആയിരിക്കാം, കാരാഗ്രഹമായിരിക്കാം. പക്ഷെ വാക്തത്വം നീയാണ് കേട്ടതെങ്കിൽ, ആമേൻ, നിന്റെ ചേട്ടനോടല്ല ദൈവം സംസാരിച്ചത്. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നോടാണ് ദൈവം സംസാരിച്ചത്. ആരോടാണോ ദൈവം സംസാരിച്ചത്, ആ സംസാരിച്ചവന്റെ ആമേൻ ജീവിതത്തിന് നേരെ ആമേൻ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കും. കാരണം അവന്റെ വാക്തത്വം നിവർത്തീകരിക്കാതിരിക്കാൻ പിശാച് പോരാടും. അവൻ എത്ര പോരാടിയാലും ആമേൻ ദർശനം തന്നവൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നത് കൊണ്ട് ആമേൻ തക്ക സമയത്ത് അത് വെളിപ്പെടുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ആകിയാൽ ഈ പകൽക്കാലം പ്രയർ ലൈനിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്കുക. ആമേൻ. ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി വെളിപ്പെടുന്നത് കാണാൻ പോവുകയാണ്. അത്ഭുതത്തിന്റെ കരം. ആമേൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം. ആമേൻ. അവിടെ 4:19 വായിച്ചത് ആന്റി ഒന്നുകൂടി ഒന്ന് വായിക്കാമോ? അവൻ 100 വയസ്സുള്ളവനായിരുന്നിട്ടും അവന്റെ ശരീരം, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും മതിയണ്ടി നിർജീവമായി പോയി. അവന്റെ ശരീരത്തിന്റെ ബലഹീനത അവൻ തന്നെ അറിഞ്ഞു. അവന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും അത് മനസ്സിലാക്കിയിട്ട് ഇനി ഇത് നടക്കത്തില്ലെന്ന് മനസ്സിലാക്കിയിട്ടും അവിശ്വാസം കൊണ്ട് നിറഞ്ഞില്ല, വിശ്വാസം കൊണ്ട് നിറഞ്ഞു എന്നാണ് വായിക്കുന്നത്. അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഈ ഒരു ഭാഗം വരുമ്പോഴാണ് നമ്മളെല്ലാം ഫെയിൽ ആയി പോകുന്നത്. ആമേൻ. എല്ലാ വഴിയും അടയുമ്പോൾ വിശ്വാസമല്ല വരുന്നത്, സാധാരണ അവിശ്വാസമാണ് എല്ലാവരുടെ ഉള്ളിൽ വരുന്നത്. കാരണം ഇനി നമ്മുടെ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും നടക്കാൻ സാധ്യതയുള്ള എല്ലാ വഴികളും അടഞ്ഞു. ഇനി ഒരു വഴിയും ഇല്ലാതിരിക്കുമ്പോൾ ദൈവമക്കളെ ജീവിതത്തിലേക്ക് വരുന്നത് വിശ്വാസമാണോ അവിശ്വാസമാണോ? 100% അവിശ്വാസമാണ് നമ്മുടെ എല്ലാ ഉള്ളിൽ വരാൻ സാധ്യതയുള്ളത്, എല്ലാവരുടെയും ഉള്ളില്. കാരണം എല്ലാ വഴിയും അടഞ്ഞു. പാസ്റ്ററെ, ഇന്നലെ ആയിരുന്നെങ്കിൽ, അല്പം മുമ്പായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നുമായിരുന്നു. എന്നാൽ എല്ലാ വഴിയും അടഞ്ഞപ്പോഴും നിർജീവമായി പോയിട്ടും ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടുമാണ് അവിടെ വായിക്കുന്നത്. അതവൻ മനസ്സിലാക്കി എന്നാണ് വായിക്കുന്നത്. ആമേൻ. അപ്പൊ ആ ഒരു പ്രത്യേക അനുഭവത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ചലനമറ്റ അനുഭവത്തിൽ ഇനി നടക്കത്തില്ലെന്ന് ആമേൻ വിചാരിച്ചിരിക്കുന്ന ആ സമയത്തും അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങൾ വായിക്കവൻ അവിശ്വാസത്താൽ സംശയിക്കാതെ. ഈ ഒരു ഭാഗം ദൈവത്തിന്റെ വാക്തത്വത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു
ദൈവത്തിന് വിശ്വാസത്തിൽ മഹത്വം കൊടുത്തു. ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിലെ ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ എല്ലാം ഫെയിലിയർ സംഭവിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ വാഗ്ദത്തത്തെ തടയുന്ന ആമേൻ ഒരു പ്രശ്നമാണ് അവിശ്വാസം. ഈ അവിശ്വാസം സ്വാഭാവികമായി കടന്നു വരാൻ സാധ്യതയുള്ളത് ഇത് ഗ്രഹിച്ചു. ഇത് 4th സ്റ്റേജ് ആണ്. അപ്പൊ 4th സ്റ്റേജ് ആകുമ്പോൾ ഇനി രക്ഷയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ വെന്റിലേറ്ററിലാണ്, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി രക്ഷയില്ല. അപ്പൊ എല്ലാ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ വിശ്വാസമല്ല കടന്നു വരുന്നത്, സ്വാഭാവികമായി മനുഷ്യന്റെ എല്ലാം ഹൃദയത്തിൽ വരുന്നത് അവിശ്വാസമാണ്. എന്നാൽ ഇവിടെയാണ് ഈ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പോയിന്റ്. അതാണ് ഈ പോയിന്റിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ വഴിയും അടഞ്ഞ് സകലതും നമുക്ക് പ്രതികൂലമായിരിക്കുമ്പോഴും ആമേൻ കേട്ട വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചാൽ ദൈവത്തിന്റെ പൈതല് അന്ധരാധനരികതൽ പ്രൗഢമന ഹത്തുരാരികന ശന്തൽക്കമന നീ ചിന്തിക്കുന്നതിലപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഹല്ലേലൂയ അകത്ത് കിടക്കുന്നതിനെ പുറത്തു വരുത്തുവാൻ അന്ധരാരകതല പൗഢാരക ശന്തൽക്കമന ആമേൻ വാഗ്ദത്തത്തെ അതുപോലെ പുറത്തു വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അവൻ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത ദൈവത്തിന്റെ പ്രവൃത്തി അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടുവെങ്കിൽ 100 വയസ്സുള്ളവന് കുഞ്ഞ് ജനിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ ഹല്ലേലൂയ ഏതെങ്കിലും വിഷയത്തിന്മേൽ നീ ഭാരപ്പെടുന്നുവെങ്കിൽ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം, ദൈവത്തിന് മഹത്വം. ഞാൻ ഹല്ലേലൂയ മറ്റൊരു ഭാഗം വായിക്കാൻ ആമേൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തെ കുറിച്ച് പറയുമ്പോൾ ആമേൻ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒരു വാക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമുക്കൊരു വാക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ അതിന്റെ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം നിങ്ങൾക്ക് വായിക്കാമോ? പുറപ്പാട് 1:22. 24 പിന്നെ ഫറവോൻ പിന്നെ ഫറവോൻ അവന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണമെന്ന് ഏത് പെൺകുട്ടിയെയും ജീവനോട് രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. മതി, ഒരു വലിയ കൽപ്പന നിൽക്കുകയാണ്. മോശക്കുഞ്ഞിന് വളരാനുള്ള ഒരു സാധ്യതയുമില്ലാത്ത അസാധ്യമായ ഒരു മണ്ഡലത്തിലാണ് ഈ മോശക്കുഞ്ഞ് നിൽക്കുന്നത്. നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാം. 3 മാസക്കാലം ആമേൻ ആ കുഞ്ഞിനെ വീട്ടിൽ വളർത്തി. പിന്നീട് വളർത്തുവാൻ കഴിയാതെ വന്നു. കാരണം ഒരു കുഞ്ഞിനെയൊക്കെ എത്ര ദിവസമാ ദൈവമക്കളെ കരയാതെ ഒച്ച കേൾക്കാതെ ആമേൻ വീട്ടില് ബഹളം ഒന്നും വെപ്പിക്കാതെ എത്ര നാൾ വളർത്താനൊക്കെ. ഈ 3 മാസം വരെ എങ്ങനെ വളർത്തിയെന്ന് മാനുഷികമായി ചിന്തിച്ചാൽ നമുക്ക് അസാധ്യമായ കാര്യം അല്ലെ. എന്ത് വന്നാലും ഒരു കുഞ്ഞുണ്ടായാൽ ആ വീട്ടിൽ ആ കുഞ്ഞിന്റെ കരച്ചിലുണ്ടാകും. അത് മറ്റുള്ളവർ കേൾക്കാതിരിക്കണമെങ്കിൽ ആമേൻ ഹല്ലേലൂയ എത്ര നാൾ വാവുത്തി പിടിക്കാനൊക്കും? എത്ര നാൾ ഈ കുഞ്ഞിന്റെ കരച്ചിൽ പുറത്തോട്ട് വരാതെ എങ്ങനെയാണ് ഇവർ ഈ 3 മാസം ഈ കുഞ്ഞിനെ വളർത്തിയതെന്ന് മാനുഷികമായി ചിന്തിച്ചാൽ നമുക്കൊരല്പം പ്രയാസമാണ്. കാരണം കുഞ്ഞ് ജനിച്ച് വീഴുമ്പോഴേ തന്നെ കരയണം. കരഞ്ഞെങ്കിൽ മാത്രമാണ് ആ കുഞ്ഞിന്റെ വളർച്ച കാണാനൊക്കത്തുള്ളൂ. അപ്പോൾ കരയാൻ പാടില്ലാതെ കരച്ചില് പുറത്തോട്ട് വരാതെ വണ്ണം മറ്റുള്ളവർ ഇവിടെ ഒരു കുഞ്ഞുണ്ടെന്ന് അറിയാതിരിക്കത്തക്ക നിലയിൽ ഈ 2-3 മാസം വരെയൊക്കെ കൊച്ചിനെ ഒളിപ്പിച്ച് മറച്ചൊക്കെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര മാനുഷികമായ നിലയിൽ നമ്മൾ ഇന്ന് ചിന്തിച്ചാൽ അതൊക്കെ അസാധ്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച കാര്യം ആണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. 3 മാസം കഴിഞ്ഞ് പെട്ടകം വാങ്ങി ആമേൻ കീലും പശുവും എല്ലാം തേച്ച് കുഞ്ഞിനെ അതിൽ കിടത്തിയിട്ട് ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എന്റെ അടുത്ത ചിന്തയാണ് ആമേൻ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ ഈ ഫറവോന്റെ പുത്രി അവിടെ എഴുതിയിരിക്കുന്നത് ആ വാക്യം അറിയാമോ? ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു എന്നുള്ള ഭാഗം ഉണ്ടല്ലോ 2-ാമത്തെ അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ഞാനിങ്ങനെ മതിയമ്മ ഈ ഫറവോന്റെ പുത്രി എന്തിനാ നദിയിൽ കുളിക്കാൻ വരുന്നത്? കൊട്ടാരത്തില് അതിനുള്ള എല്ലാ സൗകര്യം. ഇവിടെ നമുക്ക് ഞങ്ങളുടെ ഹൈദരാബാദിൽ ഒരു പോർട്ടുണ്ട്, ഗോൾക്കൊണ്ട പോർട്ട്. ഞാൻ ജോണക്സ് പാസ്റ്റ് അവിടെ കാണിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടെ രാജ്ഞിമാര് കുളിച്ചുകൊണ്ടിരിക്കുന്നത് പനിനീരിൽ അവർ കുളിച്ചുകൊണ്ടിരുന്നത്. ഈ പനിനീരിൽ കുളിക്കാൻ തക്ക വണ്ണമുള്ള ഒരു പ്രത്യേക ഇടം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം അവിടെ ചെല്ലുന്നവർക്ക്, ആ പോർട്ടിൽ ചെല്ലുന്നവർക്ക് അതെല്ലാം കാണാൻ പറ്റും. അപ്പൊ ഈ രാജകുമാരിയാകുന്ന ഫറവോന്റെ പുത്രിക്ക് അവിടെ കുളിക്കുവാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കൊട്ടാരത്തിനകത്ത്. എന്താ ഇല്ലാത്തത്? എല്ലാം ഉണ്ട് ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ.
ഈ പെങ്കൊച്ചിന് ഈ നദിയിലേക്ക് വരേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യവും ഇല്ല. സാധാരണ നില നമ്മൾ ചിന്തിച്ചു നോക്കിയേ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. നിന്റെ വിടുതലിനു വേണ്ടി, ആമേൻ, മോശക്കുഞ്ഞിന്റെ വിടുതലിനു വേണ്ടി കൊട്ടാരത്തിനകത്ത് ഇരുത്തുന്നവനെ, ധനവാന്റെ പുത്രിയെ, ആമേൻ, ഹല്ലേലൂയ, പുറത്തു കൊണ്ടുവന്ന് ആരാണോ നശിപ്പിക്കുവാൻ ഓർഡർ ഇട്ടത് അവന്റെ പുത്രിയെ കൊണ്ട് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി മോശയുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ചില കൊട്ടാരത്തിനകത്ത് നിന്ന് ചിലരെ പുറത്തെടുത്ത് നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുന്ന, പണമുള്ളവന്റെ വീട്ടിലെ അഡ്രസ് ആമേൻ പറഞ്ഞ് അവന്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് നിന്റെ കുഞ്ഞിന്റെ പേഴ്സിൽ തരുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ കരമാണ് ഇവിടെ വ്യാപരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ആമേൻ, അല്ലെങ്കിൽ ഫറവോന്റെ പുത്രിക്ക് അവിടെ കുളിച്ചാൽ മതി. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, നീ ഇവിടെ കുളിക്കണ്ടടി, ഇറങ്ങ പുറത്തോട്ട്. തമ്പുരാൻ പുറത്തിറക്കി ശത്രുവിനെ കൊണ്ട് തന്നെ നിന്നെ സഹായിപ്പിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരാണോ നിനക്ക് തടസ്സം നിൽക്കുന്നത് അവൻ തന്നെ നിന്നെ നാളെ വിളിച്ച് അയ്യോ ഹല്ലേലൂയ നിനക്ക് സഹായം തരുന്ന നിലയിൽ തന്നെ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ ദൈവത്തിന് അസാധ്യമല്ല. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രതികൂലമായി നിൽക്കുന്നവൻ അനുകൂലമായി തീരുവാൻ ഇടയാകുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ തറുതല പറഞ്ഞവൻ, ഇതുവരെ നിന്നോട് ആമേൻ മറുത്തു പറഞ്ഞവൻ, നാളെ അനുകൂലമായി സംസാരിപ്പിക്കുവാൻ, അവന്റെ നാവിനെ നിനക്ക് അനുകൂലമാക്കി ചലിപ്പിക്കുവാൻ രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. ദൈവം അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്നെന്ന് ദൈവത്തിന്റെ വചനമാണെങ്കിൽ, ആമേൻ, ഇന്ന് പ്രതികൂലമായി സംസാരിക്കുന്നവനെ കൊണ്ട് നാളെ നിനക്ക് അനുകൂലമായി സംസാരിപ്പിച്ച്, ആമേൻ, ദൈവത്തിന്റെ പ്രവൃത്തി നീ കാണത്തക്ക നിലയിൽ ദൈവകരം ചലിക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ചൂടാമന രിഗതലാദന ഹംദരാദന രിഗതല ബൗഡ രഗന ശന്തൽകമന. ഫറവോന്റെ പുത്രിയുടെ ഹല്ലേലൂയ അരമനയിലെ കുളി കർത്താവ് നിർത്തിച്ചു. ആമേൻ. അവന്റെ സ്വിമ്മിംഗ് പൂള് ദൈവം, എന്റെ ഭാഷയിൽ പറഞ്ഞ സ്വിമ്മിംഗ് പൂള് ദൈവം അടപ്പിച്ചു. ഹല്ലേലൂയ. അവന്റെ ബുദ്ധിയെ തമ്പുരാൻ കെട്ടി, അവന്റെ പുത്രി അവന്റെ കണ്ണിനെ ദൈവം ബന്ധിച്ചു. ആമേൻ. ഹല്ലേലൂയ. തോഴിമാരോട് ഉൾപ്പെടെ പുറത്തു കടക്കുവാൻ ഒരു സെക്യൂരിറ്റി പോലും ഇല്ലാതെ പുറത്ത് കടത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ദൈവത്തിന് സ്തോത്രം. തോഴിമാരോട് കൂടിയാ വന്നത്. സാധാരണ ഫറവോന്റെ പുത്രിമാർ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പുത്രിമാർക്ക് സെക്യൂരിറ്റി ഉണ്ട്, ഫറവോന് സെക്യൂരിറ്റി ഉണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇസഡ് ബ്ലാക്ക് കാറ്റോ അല്ലെങ്കിൽ ഇസഡ് കാറ്റഗറിയിലുള്ള ഒക്കെ സെക്യൂരിറ്റി ഉള്ളവരാ. പക്ഷെ ഇത് നോക്കിയേ, ഒരു സെക്യൂരിറ്റിയെ പോലും കൊണ്ടുവരാതെ കൂടെ നടക്കുന്ന ചില തോഴിമാരെ കൊണ്ട് തമ്പുരാൻ ഹല്ലേലൂയ ഈ നദിയുടെ തീരത്തേക്ക് പെങ്കൊച്ചിനെ കൊണ്ടുവന്നുവെങ്കിൽ ഉടവനഘടക ശന്തൽകമന നിനക്ക് വേണ്ടി ചിലതിനെ പുറത്തു വരുത്തുവാൻ, ആമേൻ, നിന്റെ വിഷയത്തിന് വേണ്ടി മാത്രം ചില കൊട്ടാരത്തെ ചലിപ്പിക്കുവാൻ, ഫറവോന്റെ പുത്രിമാരെ ചലിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ പകൽകാലം ദൈവത്തിന്റെ പൈതലെ നീ സാധ്യമെന്ന് ചിന്തിക്കുന്ന വിഷയം സാധ്യമാക്കുവാൻ തക്കവണ്ണം, ആമേൻ, ചിലതിനോട് ദൈവം ഇടപെട്ടിട്ട് നിന്റെ വീട്ടിൽ വരുത്തുവാൻ, നീ ആയിരിക്കുന്ന ഇടത്തു വരുത്തുവാൻ, നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരുവത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. എന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്നെ കൊല്ലുമെന്നും നിന്നെ ഇവിടെ നിർത്തുകയില്ലെന്നും നിന്നെ ഇവിടെ ഓടിക്കുമെന്നും ഇനി വളരാൻ അനുവദിക്കത്തില്ലെന്നും ഇനി പൊങ്ങാൻ അനുവദിക്കത്തില്ലെന്നും, ആമേൻ, ആരൊക്കെ ഓർഡർ ഇട്ടാലും ഓർഡർ ഇട്ടവന്റെ വീട്ടിൽ കയറ്റി നിന്നെ വളർത്തുന്നവനാ ദൈവം. ദൈവത്തിന് ഇന്ന് പകൽക്കാലം നിന്റെ ഈ ശരീരത്തില് ആമേൻ അധികാലം നിന്നെ നിർത്തുകയില്ലെന്ന് നിന്റെ ശരീരത്തോട് പോരാടുന്ന ചില പോരാട്ടങ്ങളെ ഇന്ന് പകൽക്കാലം നോക്കി യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനത്തെ അഴിച്ചു മാറ്റുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ശരീരം ബലഹീനമായാലും ആത്മാവിന്റെ ശക്തിയാൽ കുതിച്ചെഴുന്നേൽക്കാൻ പോകുകയാണ്. ശരീരത്തിൽ നോക്കിക്കൊണ്ട് ഇത് അസാധ്യമെന്ന് നീ പറയുമ്പോൾ ആത്മാവിൽ നീ പറ, ഇത് സാധ്യമാണ്, ഇത് സാധ്യമാണ്. ആമേൻ. ഞാൻ പരാജയപ്പെടുകയില്ല, ഞാൻ വിജയിക്കാൻ പോകുകയാണ്, ഞാൻ ഉയരാൻ പോകുകയാണ്. ആത്മാവിൽ പറയുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു.
ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന പോരുകളുണ്ട്. ആമേൻ ആമേൻ ഹല്ലേലൂയ. പടവാളുമായി നിൽക്കുന്ന ചില പോരുകളുണ്ട്. അന്ധരാധന വൈഡമാന ഇരുളിന്റെ ചില വ്യാപാരങ്ങളുണ്ട്. അന്ധൽക്കമന രിഗതൽപ്രൗഢമന ഹത്തുരാധന രിഗതൽപ്രൗഢ. ദൈവത്തിന്റെ വചനം വായിച്ചിട്ട് മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം ചിന്തകളിട്ട് ഭാരപ്പെടുത്തുന്ന ചില ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. അത്ഭുതത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ദൈവപ്രവൃത്തി ദിനത്തിന് മേൽ വെളിപ്പെടുമാറാകട്ടെ. ഓ രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ജയം. ഹല്ലേലൂയ. ചില കൊട്ടാരം ചലിക്കട്ടെ കർത്താവേ. ചില വാതിലുകൾ തുറന്നു വരട്ടെ കർത്താവേ. ആമേൻ ഹല്ലേലൂയ. ചിലതിന്റെ വിഷയത്തിന്മേൽ ചില ചലനങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം തന്റെ ജനത്തിന് മേൽ ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ. രക്തം 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 കാൽവറി രക്തം കാൽവറി രക്തം. ദൈവാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഹൃദയങ്ങളിൽ ദൈവാത്മാവ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്നെ ആശ്വസിപ്പിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവാത്മാവിന്റെ വചനം ഇന്ന് പകൽക്കാലം നിന്നെ കീറിമുറിക്കുന്ന, നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന, നിന്നെ പുതുക്കി പണിയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഈ ഹൃദയങ്ങളിൽ ഇന്ന് പകൽക്കാലം വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവൾ ആ പെട്ടകം എടുത്ത് ഹല്ലേലൂയ ആ കുഞ്ഞിനെ കണ്ടു. എബ്രായ ബാലൻ എന്ന് തിരിച്ചറിഞ്ഞു. എബ്രായ ബാലന്റെ നിലവിളി കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അല്ലേ? അവൻ പെന്തക്കോസുകാരന്റെ പ്രാർത്ഥന കേട്ടാൽ അറിയാം. പെട്ടകം തുറന്നപ്പോൾ തന്നെ കൊച്ചു കരഞ്ഞു. ആ കരച്ചിൽ കേട്ടപ്പോ മനസ്സിലായി. കരച്ചിലിൽ ഐഡന്റിഫൈ ചെയ്തു. ആമേൻ. ആ കരച്ചിലിന്റെ ഭാഷ സ്വർഗം മനസ്സിലാക്കി. സ്വർഗം മനസ്സിലാക്കുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം നീ കരയുന്ന കരച്ചില് ആമേൻ ഒരുപക്ഷെ വിങ്ങിപ്പൊട്ടുന്നത് എല്ലാവർക്കും കണ്ണുനീര് വരാൻ ചിലപ്പോൾ ചില വിഷയങ്ങളിൽ നമ്മുടെ ഹൃദയത്തിനകത്തായിരിക്കും കരയുന്നത്. ചിലപ്പോൾ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാറുണ്ട്, ചിലപ്പോൾ തേങ്ങി തേങ്ങി കരയാറുണ്ട്, വിങ്ങി വിങ്ങി പൊട്ടാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ സങ്കടം ഉള്ളിലൊതുക്കാറുണ്ട്. ഇതിനൊക്കെ ഒരു ഭാഷയുണ്ട് അല്ലേ? എല്ലാത്തിനും ഒരു ഭാഷയില്ലേ നിങ്ങൾ ദൈവമക്കളെ? ആമേ. നമ്മുടെ കൊച്ചു കുഞ്ഞ് കരയുമ്പോൾ ചില കുഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാനോ നിങ്ങൾ ആരെങ്കിലും ചെന്ന് വെച്ചാൽ മോനെ കരയണ്ടട മോനെ, ഐസ്ക്രീം മേടിച്ചു തരാം, ചോക്ലേറ്റ് മേടിച്ചു തരാം എന്തെല്ലാം പറഞ്ഞാൽ ഈ കൊച്ചു കരച്ചിൽ നിർത്തുന്നില്ല. ഈ കൊച്ചു കരഞ്ഞോണ്ടേ ഇരിക്കുക. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള ആ സാധനമൊക്കെ മേടിച്ചു തരാന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് കരച്ചിൽ നിർത്താറില്ല. പക്ഷെ ആ കരച്ചിലിന്റെ ഭാഷ അവന്റെ അമ്മയ്ക്കറിയാം. ഈ കൊച്ചു എന്തിനാ കരയുന്നതെന്ന്, ഇവൻ എന്തുകൊണ്ടാ കരച്ചിൽ നിർത്താത്ത ആ തള്ളയ്ക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ എന്തെല്ലാം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അവൻ കരച്ചിൽ നിർത്തത്തില്ല. അവന്റെ ആവശ്യം വ്യക്തമായി അറിയുന്ന ഒരു അമ്മയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം കരയുന്ന ദൈവത്തിന്റെ പൈതലേ, ആരൊക്കെ എന്തൊക്കെ ആശ്വാസം പറഞ്ഞാലും ഒരുപക്ഷെ നിനക്ക് ആശ്വാസം കിട്ടിയെന്ന് വരത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ ചിലത് നീ കേൾക്കുമ്പോൾ, വചനത്തിലൂടെ ദൂത് നീ കേൾക്കുമ്പോൾ, വചനത്തിലൂടെ ദൈവാത്മാവ് നിന്നോട് ഇടപെടുമ്പോൾ, മനുഷ്യൻ പറഞ്ഞ ആശ്വാസമല്ല ദൈവത്തിന്റെ ആശ്വാസം തന്നെ നീ കേൾക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു ദിവ്യ സമാധാനം നിറയുന്നു. നീ അനുഭവിച്ചുകൊണ്ടിരിക്കുക. സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവത്തിന്റെ സമാധാനം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിൽ വ്യാപരിക്കുമെങ്കിൽ ഇത് നിന്നോട് ഇടപെടുന്ന വചനമാണ്. ഇത് നിന്നോട് ദൂതാണ്. നിനക്ക് വേണ്ടി ചിലതിനെ ദൈവം ചലിപ്പിക്കും, നിനക്ക് വേണ്ടി ചിലതിനെ പുറത്തെടുക്കും, നിനക്ക് വേണ്ടി ചിലത് കടന്നു വരും ദൈവമക്കളെ. സ്വോത്രം സ്വോത്രം ചുടാമന റിഗതല ഹത്തുരാധന വൈഡമാന റിബൽകമന ചുടവനവനവ ശംദൽകമന. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ. അവിടെ എന്താ സംഭവിച്ചത്? ഫറവോന്റെ പുത്രി വന്ന് മോശകുഞ്ഞിനെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. 40 വർഷം, 1-2 വർഷമല്ല, ആമേൻ, 40 വർഷക്കാലത്തോളം കൊട്ടാരത്തിൽ അവൻ വളരുവാനിടയായി. ദൈവമക്കളെ, ഇവിടെ നിർത്തുകയില്ലെന്ന് പറഞ്ഞെടുത്ത് നാളെ ഓടിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് 3 മാസത്തെ എക്സ്പയറി ഡേറ്റ് എഴുതി കുറിച്ചു അല്ലെ? 3 മാസം കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് എക്സ്പയറി ഡേറ്റ് ആയിരുന്നു. പിന്നെ ഗ്രേസ് പീരീഡ് 40 വർഷക്കാലം എവിടെ കിട്ടിയത്? ഫറവോന്റെ കൊട്ടാരത്തിൽ കിട്ടിയത്. ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത്, എന്താ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, നിനക്ക് ഡേറ്റ് കുറിച്ചിട്ടുണ്ടാകാം. ഓ റിബാലബ ശംദരാധന രിഗതല ബൗഡ. നിനക്ക് ഡേറ്റ് കുറിച്ചിട്ടുണ്ടാകാം. എന്നാൽ സ്വർഗം പറയുന്നു നിനക്ക് നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും ഗ്രേസ് പീരീഡ് തന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. സ്വോത്രം പറഞ്ഞാട്ടെ ദൈവമക്കളെ, സ്വോത്രം പറഞ്ഞാട്ടെ. നിനക്ക് ഗ്രേസ് പീരീഡ് തരുവാൻ കഴിയുന്ന ഒരു ദൈവം. നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയല്ല. കുറിച്ച ഡേറ്റിൽ അവസാനിക്കാൻ പോകുകയല്ല. നിനക്ക് ഇനിയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും ഗ്രേസ് പീരീഡ് തന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്വോത്രം പറഞ്ഞാട്ടെ.
The grace period, അത് കൃപയുടെ പീരീഡാണ്. അത് ദൈവം ദാനമായി നിനക്ക് തരുന്നതാ. യെഹെസ്കേലിന് കൊടുത്തതുപോലെ 15 വർഷക്കാലം ഗ്രേസ് പീരീഡ് കൊടുത്തതുപോലെ ചിലർക്കൊക്കെ ഗ്രേസ് പീരീഡ് തന്ന് നിന്നെ മാനിക്കുവാൻ, ചിലത് കൂടെ ചെയ്തെടുക്കുവാൻ, ചിലതിന് കൂടെ നിന്നെ ആവശ്യമുണ്ടെന്ന് സ്വർഗത്തിന് മനസ്സിലായിട്ട് നിന്റെ എക്സ്പയറി ഡേറ്റിനെ തിരുത്തി കുറിച്ച് ഗ്രേസ് പീരീഡ് തന്ന് നിന്നെ മാനിക്കാൻ പോകുന്നുവെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ അത് ഏറ്റെടുത്താണ്. ദൈവത്തിന് സ്വന്തം നമ്മൾ പറയാറില്ലേ, അതിന്റെ പേര പച്ച മലയാളത്തിൽ പറഞ്ഞ രണ്ടാം ജന്മം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പറയാം എന്റെ മാസ്റ്ററെ തീർന്നെന്ന് വിചാരിച്ചതാ, ഇത് ഞങ്ങൾക്ക് രണ്ടാം ജന്മം. ദാറ്റ് ഈസ് ദ ഗ്രേസ് പീരീഡ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിന് മുമ്പിലായിരിക്കും ദൈവത്തിന്റെ വയതില് ഈ ഗ്രേസ് പീരീഡ് നിന്നെ മാനിക്കുവാനുള്ളതാ. ആമേൻ. നിനക്ക് ചിലത് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാനുള്ളതാ. ആമേൻ. എന്ന് പറഞ്ഞാൽ നിന്നെ 3 മാസം കഴിഞ്ഞാൽ നിന്റെ ഡേറ്റ് എക്സ്പയർ ആകുമെന്ന് പറഞ്ഞിടത്ത് 40 വർഷം തമ്പുരാൻ അവിടെ നിർത്തിയെങ്കിൽ, ആമേൻ, നിന്റെ വീട്ടിൽ തന്നെ വളർത്തിയെങ്കിൽ, സ്വത്രം സ്വത്രം സ്വത്രം, പാല് കൊടുത്ത് വളർത്തുവാൻ കുഞ്ഞിനെ അമ്മയുടെ തരത്തിൽ കൊടുത്തുവെങ്കിൽ നിന്നെ ഓടിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നെ നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്വത്രം. നിന്നെ നിന്നിച്ചിടത്ത് തന്നെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ അല്ല ഓടിപ്പോകുന്നത് നിന്റെ ശത്രുവാ. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. തീങ്കിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടൻ ദൈവസന്നിധി നശിച്ചു പോകുന്നു. അങ്ങനെയാണെങ്കിൽ പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. നമ്മൾ വായിച്ചു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ. റീബാല ശംധരാധന ഹത്തുരാധന റിഗദല ബൗഡ അംധരാധന റിഗദൽ പ്രൗഢമന ഹത്തുര റിഗൽകമനെ. ഇന്ന് പകൽക്കാലം എല്ലാ കാര്യവും ദൈവത്തിന് സാധ്യമാണെങ്കിൽ, ആമേൻ. ഒരു വാക്കുകൂടെ ഞാനൊന്ന് വായിപ്പിക്കാതെ പറയാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അല്ലെങ്കിൽ ഒരു വാക്ക്, 1 മിനിറ്റ് 2 മിനിറ്റ് ഉണ്ടല്ലോ. ആമേൻ. ശൗമേലിന്റെ 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായമാണെന്ന് തോന്നുന്നു. ആന്റി ഒന്ന് വായിച്ച 7-ന്റെ 1 തോന്നുന്നു. ഒന്ന് വായിച്ചാട്ടെ. 2 രാജ അപ്പോൾ ഏലിശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ. അതാണോ? അത് വായിച്ചേന്റി. അപ്പോൾ ഏലിശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ. നാളെ ഈ നേരത്തെ ശമരിയുടെ പടിവാതിക്കൽ ശെക്കേലിന് 1 സെയ ഗോതമ്പ് മാവും ശെക്കേലിന് 2 സെയ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. മതി, നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു വരാം. ഇസ്രായേൽ രാജാവിന്റെ കൊട്ടാരത്തെ അരാം സൈന്യം വളഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ ക്ഷാമം നേരിട്ടു. 2 സ്ത്രീകള് അവരുടെ കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്ന സംഭവം വരെ നമ്മൾ വായിക്കുന്നുണ്ട്. അത്ര ഘോരമായ ക്ഷാമം നേരിട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പദ്ധതി നോക്കി അരാം പട്ടാളം അവരുടെ ആവശ്യത്തിന് കൊണ്ടുവന്ന സകല ഫുഡ് ഐറ്റംസും സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്റ്റോർ റൂം, ആ സ്റ്റോർ റൂമിനകത്ത് കാവൽ കിടക്കുന്ന പട്ടാളം, അല്ലെങ്കിൽ ആ അതിന് മുഴുവനും കിടക്കുന്ന പട്ടാളത്തെ രാത്രി കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേൾപ്പിച്ച് തമ്പുരാൻ അവിടെ നിന്ന് പായിച്ചിട്ട്, ആമേൻ, എവിടെയാണോ ക്ഷാമം നേരിട്ടത് അവിടെ അത് കൊടുക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ കരം അത്ഭുതകരമായി വെളിപ്പെട്ടു. അകമ്പടി നായകൻ വിശ്വസിച്ചില്ല. നാളെ ഈ നേരത്ത് എന്ന് എലീശ പ്രവാചകൻ പറഞ്ഞത് അന്ന് വിശ്വസിച്ചില്ല. പക്ഷെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ, പട്ടാളത്തിന് തിന്നാൻ കൊണ്ടുവന്നതാ. പക്ഷെ അവനെ കൊണ്ട് ദൈവം തീറ്റിച്ചില്ല. തീറ്റിക്കുവാൻ നിന്നെ ദൈവം ഉപയോഗപ്പെടുത്തി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വൈദ്യല് ചിലരൊക്കെ കൂട്ടിവെക്കും, പക്ഷെ നീ ആയിരിക്കും അത് അനുഭവിക്കാൻ പോകുന്നത്. സ്വത്രം പറഞ്ഞാട്ടെ ദൈവമക്കളെ, വിശ്വാസമുള്ളവർ സ്വത്രം പറഞ്ഞാട്ടെ. ആമേൻ. അല്ലെങ്കിൽ ചിലര് കൊണ്ടുവരും, ചിലര് കൂട്ടിവെക്കും, പക്ഷെ തമ്പുരാൻ അത് അവരെ കൊണ്ട് അനുഭവിപ്പിക്കത്തില്ല. പക്ഷെ നിന്റെ കരത്തിൽ അത് തരുവാനിടയായി തീരും. സ്വത്രം വചനം പറഞ്ഞത്, നീ കുടിക്കാത്ത കിണറിൽ നിന്ന് കുടിക്കും, നീ വെക്കാത്ത വീട്ടിൽ നീ പാർക്കും. പട്ടാളത്തിന് കൊണ്ടുവന്നതാ, ഇപ്പൊ കഴിക്കുന്നത് ദൈവമക്കളാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവത്തിന്റെ പദ്ധതി നോക്കിയേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഓർഫനേജിന്റെ ഫ്രണ്ടിലൂടെ ഒരു ദിവസവും പ്രാർത്ഥിച്ച്, ആമേൻ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ കടന്നു പോകുന്ന ഒരു ഓർഫനേജിന്റെ ഫ്രണ്ടില്, ആമേൻ, അവർക്ക് രാവിലെ ടിഫിൻ ഒന്നും കഴിക്കാനില്ലാതെ, നിങ്ങൾ കേട്ടിട്ടുള്ള ടിഫിൻ ഒന്നും കഴിക്കാതില്ലാതിരുന്ന സമയത്ത്, ആമേൻ, രാവിലെ ആമേൻ ബ്രെഡുമായി പോയ വണ്ടി, ഹല്ലേലൂയ, കറക്റ്റ് ഓർഫനേജിന്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ,
അങ്ങ് പഞ്ചറായി പോയി, ആ വണ്ടി കേടായി പോയി, ആ വണ്ടി പിന്നെ നന്നാക്കി എടുത്ത് സ്ഥലത്ത് എത്തിക്കുവാൻ സമയം വരും. അങ്ങനെ വരുമ്പോഴേക്കും ഈ ബ്രെഡ് കേടാകുവാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് അവർ ആ ബ്രെഡ് മുഴുവനും ആ ഓർഫനേജിലേക്ക് ദാനം ചെയ്യുവാനിടയായി തീർന്നു. രാവിലെ മുതൽ ആ കുഞ്ഞുങ്ങളും അവരിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് ഞങ്ങൾക്ക് ആഹാരം തരണമേ എന്ന്. ആമേൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് അത്ഭുതമാന. ആമേൻ, നിന്റെ അല്ലെങ്കിൽ പ്രാർത്ഥന കേട്ട് ചിലതിന്റെ ബ്രേക്ക് ഡൗൺ ഒക്കെ നിന്റെ വീടിന്റെ മുമ്പിലായിരിക്കും. ആമേൻ, ദൈവം ചിലത് കൊണ്ടുവന്ന് തരുന്നു നിന്റെ വീടിന്റെ ഫ്രണ്ടിലാ. ദൈവമക്കളെ ഒരു സ്വോത്രം പറ. നാളെ നീ അറിയുന്നത് ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ, സ്വോത്രം. ആണെങ്കിൽ ഇത് പകൽക്കാലം ആമേൻ നമുക്ക് വിശ്വസിക്കാം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിനെല്ലാം സാധ്യം. ആർക്കും വളരാൻ കഴിയാത്തടത്ത് മോശയെ വളർത്തിയ ആമേൻ അത്ഭുതത്തിന്റെ പ്രവൃത്തി കണ്ട ആമേൻ ഈ അത്ഭുത പ്രവൃത്തിക്കായി നമുക്ക് വിശ്വസിക്കാം. അബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ച വിശ്വാസം നമുക്ക് വിശ്വസിക്കാം. ദൈവമക്കളെ, ദൈവം നിന്നെ നിർത്തട്ടെ. ഇത് നിന്റെ ഗ്രേസ് പീരീഡ് ആണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്നെ നിർത്തുകയില്ലെന്ന് പറഞ്ഞെടുത്ത് നിന്നെ നിർത്തും. ആമേൻ, ദൈവത്തിന്റെ പദ്ധതി നീ കാണും. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കും, സഹായിക്കും ചെയ്യുമാറാകട്ടെ. ആമേൻ. തുടർന്ന് സിസ്റ്റർ കുഞ്ഞുങ്ങളെ വിടാനുള്ള ജോലിയിലാണ്. ഞാൻ തന്നെ ആയിരിക്കും അടുത്ത അരമണിക്കൂർ പ്രാർത്ഥന വിഷയങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ജോൺ ഐസക് പാസ്റ്റർ പെർമിഷൻ തരണം. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. വളരെ ശക്തമായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോടും ദൈവം സംസാരിച്ചു. നിങ്ങളെല്ലാവരും നമ്മുടെ സാധാരണ ദാസന്മാരൊക്കെ ഒരല്ലേലൂയ പറഞ്ഞാട്ട് ഒരു